Hi guys, Husa vlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് ചിക്കൻ വേണം, സവാള, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉരുളൻകിഴങ്ങ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമ്മൾ ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കും. നമ്മൾ വെള്ളം നല്ലപോലെ വറ്റുന്നിടം വരെ അത് വേവിച്ചെടുക്കണം. എന്നെങ്കിലേ നല്ലതായിട്ട് ആ മസാലയൊക്കെ ചിക്കനിൽ പറ്റത്തുള്ളൂ. ആ ചിക്കൻ വേവുന്ന സമയത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഉണ്ടാക്കും. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ഓൾറെഡി നല്ലപോലെ വേവിച്ച ഉരുളൻകിഴങ്ങ്, അതിപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കന് മിക്സിയിലിട്ട് അടിച്ചത് നല്ല പൊടിഞ്ഞിരിപ്പുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഗ്യാസിൽ പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, അതായത് സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ഈ സവാളയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറാകുന്നവരെ നമ്മളത് വഴറ്റണം. എന്നിട്ട് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ച പൊട്ടറ്റോ നല്ലതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ വഴറ്റിയ സവാളയ്ക്കകത്തിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കനോട് ഇട്ടിട്ട് ഇത് മൂന്നും നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇനി നമ്മൾ ഈ മിക്സ്ചറിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. എന്നിട്ട് അത് നല്ലതായിട്ട് വീണ്ടും മിക്സ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെക്കണം. ഇവിടെ ഞങ്ങൾ ബ്രെഡിന് ഒരു റസ്ക് എടുത്തേക്കുന്നത്. റസ്ക് നല്ലപോലെ പൊടിച്ച് ഒരു പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 മുട്ട എടുത്ത് അത് പൊട്ടിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെക്കും. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ചേറെ എണ്ണ ഒഴിച്ച് അത് ചൂടാക്കണം. നമ്മുടെ കട്ട്ലേറ്റ് ഇതിൻ്റെ അതിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് കുറച്ചേറെ എണ്ണ ഒഴിക്കണം. ഇനി നമ്മൾ നമ്മുടെ ആ ചിക്കനും പൊട്ടറ്റോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ആ മിക്സ്ചർ എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലേറ്റ് വേണ്ടത് ആ ഷേപ്പിൽ അതിങ്ങനെ എടുക്കണം. ഞങ്ങളിപ്പോൾ റൗണ്ട് ഷേപ്പിൽ എടുത്തേക്കുന്നത്. ഇനി നമ്മളത് മുട്ടയിലിട്ട് മുക്കി ബ്രെഡ് ക്രംസിലിട്ട് മുക്കി മാറ്റി വെക്കും. ഇനി നമ്മൾ ആ ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വെച്ചതെടുത്ത് എണ്ണയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കും. നല്ലൊരു ബ്രൗണിഷ് കളറാവുന്നവരെ നമ്മളിതിങ്ങനെ വറക്കും. ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നിങ്ങൾക്കിത് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ലതായിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണിത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് ഇപ്പം ഹാനിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഹാനിയിലെ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാവരും സ്വാദിഷ്ടമായ ഹോം മെയ്ഡ് ചിക്കൻ കട്ട്ലേറ്റ് നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹുസ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.